ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 3 to 5 ഇയേഴ്സ് നല്ല റിട്ടേൺ കിട്ടുന്ന ടോപ്പ് 5 IT സ്റ്റോക്കുകളാണ് റെക്കമെൻഡ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ പ്രോഫിറ്റബിൾ ആണ്. നമ്മൾ 3 to 5 ഇയേഴ്സ് ഹോൾഡ് ചെയ്യണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ല പ്രോഫിറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ലോങ് ടേമിന് നമുക്ക് നല്ല ഹോൾഡ് ചെയ്യാൻ പറ്റിയ IT സ്റ്റോക്കുകളാണ്. അപ്പോൾ ഓരോ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റോക്ക് ചൂസ് ചെയ്തിരിക്കുന്നത് ടാറ്റ എൽസി ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല ഹൈ PE ഉള്ള സ്റ്റോക്കുകളാണ്. കാരണം ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ നല്ല ഡിമാൻഡ് ഉള്ള സ്റ്റോക്കുകളാണ്. ടാറ്റ എൽസി മെയിൻലി ഡിസൈൻ, എഞ്ചിനീയറിംഗ് സർവീസ്, ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ട്, ഇതാണ് ഇവരുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത്. കറണ്ട് പ്രൈസ് 2043, 52 വീക്ക് ലോ 500 നിന്നും ഇപ്പോൾ 2043 ഈ ഒരു ലെവലിൽ നിൽക്കുകയാണ്. ആൻഡ് 52 വീക്ക് ഹൈ 2053. സ്റ്റോക്കിന്റെ PE 41.7, ബുക്ക് വാല്യൂ 182 rupees, then dividend yield 0.81%, market capitalization 12,725, face value 10, return on equity 25.6 ഉണ്ട്, then ROCE 35. സോ ഓവറോൾ ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ നന്നായിട്ടുണ്ട്. ഇനി സ്റ്റോക്കിന്റെ പ്രൈസ് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ മുതൽ നല്ല ഒരു ഇൻക്രീസിംഗ് ചാർട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഡെപ്റ്റ് ഫ്രീ ആണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് നല്ല റിട്ടേൺ ഓൺ എക്വിറ്റി ഉണ്ട്. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നു 32.55%. പിന്നെ കോമ്പറ്റീറ്റേഴ്സ് IT സോഫ്റ്റ്വെയറിൽ എംഫസിസ്, ഒറാക്കിൾ, L&T ടെക്നോളജി, കോംഫോർജ്, പെർസിസ്റ്റന്റ് സിസ്റ്റം, തൻല പ്ലാറ്റ്ഫോം തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി നമുക്ക് ഇവരുടെ ഫിനാൻഷ്യൽസ് നോക്കാം. സെയിൽസ് നല്ല ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 93 നിന്നും 118 ഇൻക്രീസ് ആയിരിക്കുന്നു. പിന്നെ അതുപോലെ നെറ്റ് പ്രോഫിറ്റ് 79 ഇൻക്രീസ് ആയിരിക്കുകയാണ്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസിൽ സെയിൽസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്സ് ഇൻക്രീസ് ആയി. ദെൻ നെറ്റ് പ്രോഫിറ്റ് ഓൾസോ ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ ടോട്ടൽ അസറ്റ് 1428 ഇൻക്രീസ് ആയിരിക്കുകയാണ്. ലയബിലിറ്റീസും കുറച്ച് കൂടിയിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിങ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതായത് ഫ്രം മാർച്ച് 2019 മുതൽ സെപ്റ്റംബർ 2020 വരെ ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ FIA ഇൻക്രീസ് ആയിട്ടുണ്ട്, DIA ഇൻക്രീസ് ആയിരിക്കുന്നു. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. പക്ഷെ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും നല്ല ഇൻക്രീസ് തരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. ടാറ്റ എൽസി ലിമിറ്റഡ് നമുക്ക് തീർച്ചയായിട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രോത്ത്, വാല്യുവേഷൻ, ഹൈ PE ഇതെല്ലാം ഉള്ള ഒരു സ്റ്റോക്കാണ്. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് സൊണാറ്റോ സോഫ്റ്റ്വെയർ ആണ്. സൊണാറ്റോ സോഫ്റ്റ്വെയർ ആണ് സെക്കൻഡ്ലി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവർ മെയിൻ ആയിട്ട് ഇൻഫർമേഷൻ ടെക്നോളജി സർവീസസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, ഇന്ത്യ എല്ലാം ഫോക്കസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിൽ കറണ്ട് പ്രൈസ് 430, 52 വീക്ക് ലോ 147 നിന്നുമാണ് 430 ഈ ഒരു ലെവലിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 52 വീക്ക് നിയർ ഹൈ എത്തിയിട്ടുണ്ട്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4518 ആണ്. സ്റ്റോക്കിന്റെ PE 18.5, ദെൻ ബുക്ക് വാല്യൂ 76 rupees ആണ്. ഡിവിഡൻഡ് yield 4.71% ഉണ്ട്. ഫേസ് വാല്യൂ 1, റിട്ടേൺ ഓൺ ഇക്വിറ്റി 38%, ROCE 50.6% ഉണ്ട്. സോ ഓവറോൾ ഇതിന്റെ വാല്യുവേഷൻ നല്ല വാല്യുവേഷൻ ആണ്. ക്വാളിറ്റി ആയിട്ടുള്ള സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ഇവരുടെ പ്രൈസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇൻക്രീസിംഗ് ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ നല്ല ഡിവിഡൻഡ് yielding ഉണ്ട് 4.71, നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് 34.22. സോ കമ്പനി ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നുണ്ട് 61.91. ദെൻ ക്വാർട്ടർലി റിസൾട്ട് ഓൾസോ ബെറ്റർ ആണ്. ബട്ട് ഒരു ലാസ്റ്റ് മന്ത് കുറച്ചൊന്ന് ലാസ്റ്റ് മന്തിനേക്കാളും കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ്, സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അതുപോലെ ലാസ്റ്റ് മന്ത് മാത്രം കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. ദെൻ ബാലൻസ് ഷീറ്റിൽ റിസർവ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെയാണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഫ്രം ഡിസംബർ 2018 ടു ഡിസംബർ 2020 FIA ഇൻക്രീസ് ആയിട്ടുണ്ട്, DIA ഇൻക്രീസ് ആയിരിക്കുന്നു.
ദെൻ പബ്ലിക് കുറച്ചൊന്ന് ഡിക്രീസ് ആയാലും കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് 3 to 5 years ഹോൾഡ് ചെയ്താൽ നല്ല റിട്ടേൺസ് വരുന്ന സ്റ്റോക്കാണ്. ഇനി തേർഡ് സ്റ്റോക്കിലേക്ക് നമുക്ക് കിടക്കാം. തേർഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ബിർള സോഫ്റ്റ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ്. അപ്പൊ ഇവര് മെയിൻലി കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് കൺസൾട്ടൻസീസ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് തന്നെയാണ്. കറണ്ട് പ്രൈസ് 264, സ്റ്റോക്കിന്റെ P/27.4, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 7,330 ആണ്. 52 വീക്ക് ലോ 46, 52 വീക്ക് ഹൈ 276. അപ്പൊ ഏകദേശം ഒരു 52 വീക്ക് ഹൈ റീച്ച് ആവുന്നുണ്ട്. ഡിവിഡൻഡ് yield 0.76%, ഫേസ് വാല്യൂ 2, റിട്ടേൺ ഓൺ ഇക്വിറ്റി 12.1% ഉണ്ട്. പിന്നെ പ്രൈസ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഡെറ്റ് ഫ്രീ നല്ല ഇൻക്രീസിംഗ് ഗ്രാഫ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ആണ് 20.53. ഡെപ്റ്റർ ഡേയ്സ് ഇംപ്രൂവ് ആയിട്ടാണ്, ദാറ്റ് ഈസ് 104-ൽ നിന്നും 82 ഡേയ്സ് ആയിട്ട് ഇംപ്രൂവ് ആയിരിക്കുന്നു. ക്വാർട്ടർലി റിസൾട്ട് നമുക്ക് നോക്കാം. സെയിൽസ് ഇയർ ഓൺ ഇയർ ബേസിസിൽ സെപ്റ്റംബറിൽ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട് കമ്പയർ ടു ജൂൺ മന്ത്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയി. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, സെയിൽസ് ഇൻക്രീസ് ആയിരിക്കുന്നു, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റും ഇൻക്രീസ് ആയിട്ടുണ്ട്. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു, ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ ലാസ്റ്റ് 2 months ആയിട്ട് ഒരേപോലെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. FII കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്, DII ഇൻക്രീസ് ആയിട്ടുണ്ട്, പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. ഇനി ഫോർത്ത് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഫോർത്ത് സ്റ്റോക്ക് ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ എക്സ്പോർട്സ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ്. ഇപ്പൊ മെയിൻലി കറണ്ട് പ്രൈസ് ഇവര് 618 ഉണ്ട്. 52 വീക്ക് ലോ 156-ൽ നിന്നുമാണ് ഇത്രയും റിക്കവറി ചെയ്ത് ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഡിവിഡൻഡ് yield 1.46 ഉണ്ട്. സ്റ്റോക്കിന്റെ PE 15.3, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 1,796, ദെൻ ബുക്ക് വാല്യൂ 213 ആണ്, ഫേസ് വാല്യൂ 10, റിട്ടേൺ ഓൺ ഇക്വിറ്റി 15.8 ഉണ്ട്, ROC 21. സോ ഓവറോൾ വാല്യുവേഷൻ ഗുഡ് ആണ് ഈ ഒരു സ്റ്റോക്കിന്. ദെൻ ഏപ്രിലിൽ കുറച്ചൊന്ന് ഡിപ്പിന് ശേഷം ഇൻക്രീസ് ആയി. കമ്പനി ഓൾമോസ്റ്റ് ഡെപ്റ്റ് ഫ്രീ ആണ്, നല്ല ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് ഉണ്ട്. ദെൻ ഇനി നമുക്ക് ക്വാർട്ടർലി റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ എങ്ങനെയുണ്ടോ നോക്കാം. ജൂൺ മാസം കുറച്ചൊരു ഡിപ്പായിരുന്നു, പിന്നെ ഇപ്പോൾ വീണ്ടും റിക്കവറി ആയിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. പഴയ പോലെ പ്രോഫിറ്റിൽ പോകുന്നു. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്, നെറ്റ് പ്രോഫിറ്റ് കുറച്ച് ലാസ്റ്റ് മന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ഡിപ്പായിട്ടുണ്ട്. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ബാലൻസ് ഷീറ്റ് റിസർവ്സ് നോക്കാം. റിസർവ്സ് കമ്പാരിറ്റീവ്ലി ബെറ്റർ തന്നെയാണ്, ലാസ്റ്റ് മന്തിനെക്കാട്ടി ഇൻക്രീസ് ആയി. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് ഒരേപോലെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഇസ് എ പോസിറ്റീവ് തിങ് ഫ്രം ഡിസംബർ 2017 ടു സെപ്റ്റംബർ 2020. ദെൻ FII ഇൻക്രീസ് ആയിരിക്കുന്നു. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് കമ്പാരിറ്റീവ്ലി ഇൻക്രീസ് ആയിരിക്കുകയാണ് ലാസ്റ്റ് മന്ത് വെച്ച് നോക്കുമ്പോഴത്തേക്ക്. സോ ഓവറോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തീർച്ചയായിട്ടും നല്ല റിട്ടേൺസ് തരും. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് റൂട്ട് മൊബൈൽ ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്കാണ്. സോ ഇറ്റ് ഈസ് ആൻ ഇന്ത്യൻ ബേസ്ഡ് മെസ്സേജിംഗ് ആൻഡ് വോയിസ് ആപ്ലിക്കേഷൻ പ്രോഗ്രാം കമ്പനി, API കമ്പനിയാണ്. കറണ്ട് പ്രൈസ് 1,205, 52-week low 625 and 52-week high 1,276. അപ്പോൾ കറണ്ട് പ്രൈസ് ഏകദേശം 52-week ഹൈ നിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിവിഡൻഡ് yield ഇല്ല, ബട്ട് ഫേസ് വാല്യൂ 10 ആൻഡ് റിട്ടേൺ ഓൺ ഇക്വിറ്റി 28.7%. സ്റ്റോക്കിന്റെ PE 97 ഉണ്ട്, ബിക്കോസ് ഇറ്റ്സ് എ ഡിമാൻഡബിൾ സ്റ്റോക്ക്, ആൻഡ് ROC 28.8%. സോ ഓവറോൾ വാല്യുവേഷൻ ബെറ്റർ ആണ്. ദെൻ സ്റ്റോക്കിന്റെ പ്രൈസ് ഹിസ്റ്ററി നമുക്ക് നോക്കാം. ഒരു ഇൻക്രീസിംഗ് ഗ്രാഫ് കാണാനായിട്ട് സാധിക്കും. ലാസ്റ്റ് 3 years ആയിട്ട് നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി ഉണ്ട്, ഡെപ്റ്റ് റെഡ്യൂസ് ആയിട്ടുണ്ട്. ദെൻ ക്വാർട്ടർലി റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റംബർ ഇൻക്രീസ് ആയിരിക്കുന്നു ജൂൺ മാസത്തെക്കാളും, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു, നെറ്റ് പ്രോഫിറ്റും കമ്പാരിറ്റീവ്ലി ബെറ്റർ എന്ന് തന്നെ പറയാം. ദെൻ ബാലൻസ് ഷീറ്റ് റിസർവ്സ് ഇൻക്രീസ് ആയിട്ടുണ്ട്, ഡബിൾ ആയിട്ട് ഇൻക്രീസ് ആയി എന്ന് തന്നെ പറയാം. സോ ദാറ്റ് ഈസ് എ പോസിറ്റീവ് തിങ്. 219 നിന്നും 492 ആയിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് 625 നിന്നും 954 ആയിരിക്കുന്നു. സോ ഓവറോൾ പ്രൊമോട്ടർ ഹോൾഡിംഗ് അതുപോലെ ബെറ്റർ ആണ്. സോ ഓവറോൾ ഈ 5 സ്റ്റോക്കുകൾ നമുക്ക് IT സെക്ടറിൽ 3 to 5 years ഹോൾഡ് ചെയ്യാനായിട്ട്
പറ്റിയ സ്റ്റോക്കുകളാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ടീമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.